ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫെബ്രൈൽ സീഷേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ ഫെബ്രൈൽ സീഷേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫീവറിൻ്റെ കൂടെ വരുന്ന ഫിറ്റ്സ് ആണ്. അപ്പം നമ്മൾ അതിനെ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടുണ്ട്. സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫീവർ ഓൺ സെറ്റ് ഉണ്ടായി, ഫീവർ തുടങ്ങി ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫിറ്റ്സ് ആണ്. അത് 15 മിനിറ്റിനേക്കാളും കൂടുതൽ ഉണ്ടാവില്ല, ഒരു 5 മിനിറ്റിലൊക്കെ പെട്ടെന്ന് നിൽക്കും. പിന്നെ അത് GTCS എന്ന് വെച്ചാൽ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈയും കാലും രണ്ട് സൈഡും ഒരേപോലെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കണ്ണ് മൊത്തം മേലേക്ക് പോകുന്നത്, അത് അങ്ങനെ കണ്ണിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് GTCS സീഷേഴ്സ് ആണ്. ഇങ്ങനെ ഈ 3 ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് സിമ്പിൾ ഫെബ്രൈൽ സീഷേഴ്സ് ആണ്. അതിൻ്റെ റിക്കറൻസ് ചാൻസ് കുറച്ച് കുറവാണ്. കോംപ്ലക്സ് ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോക്കൽ സീഷേഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു കൈ മാത്രം, ഒരു കാൽ മാത്രം അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന സീഷേഴ്സാണ് ഉണ്ടാവുക. ഒരു ഫോക്കൽ സീഷേഴ്സ് അല്ലെങ്കിൽ പിന്നെ അത് 15 മിനിറ്റിനേക്കാൾ കൂടുതലുണ്ടാവും. 24 മണിക്കൂറിൻ്റെ ഇടയിൽ 2-3 ഫിറ്റ്സ് അടിക്കുക. ഒരു ഫിറ്റ്സ് കഴിഞ്ഞിട്ട് റിക്കറൻസ്, ഒരു ഫിറ്റ്സ് കഴിഞ്ഞ ഉടനെ കൊച്ചിൻ്റെ നോർമൽ സെൻസോറിയം തിരിച്ചു വന്നിട്ടുണ്ട്, സംസാരമൊക്കെ നോർമൽ ആണെങ്കിൽ അത് ഓക്കെയാണ്. അങ്ങനെ വരാത്ത സീഷേഴ്സിനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫെബ്രൈൽ സീഷേഴ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ഒരു സീഷേഴ്സ് വീട്ടിൽ വെച്ച് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ അധികമാണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ളതാണ്. ടെമ്പറേച്ചർ കുറയ്ക്കാൻ നന്നായിട്ട് നനച്ച് തുടയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം നനച്ച് തുടയ്ക്കാനായിട്ട്. ഫുൾ ഡ്രസ്സ് അഴിച്ച് മൊത്തം ഡ്രസ്സ് നനച്ച് തുടയ്ക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കുക. ഫീവറിൻ്റെ സിറപ്പ് കൊടുക്കുക. ഫിറ്റ്സ് വരുന്നേക്കാൾ മുന്നാണ് ഇത് ചെയ്യേണ്ടത്. ഫിറ്റ്സ് വന്നു കഴിഞ്ഞ് വൺസ് ഫെബ്രൈൽ സീഷർ ഹിസ്റ്ററി ഉള്ള കുട്ടിയാണെങ്കിൽ നമ്മൾ വീട്ടിൽ മിഡസോളത്തിൻ്റെ നെയ്സൽ സ്പ്രേസ് കിട്ടും, അത് വാങ്ങി വയ്ക്കുക. അത് 0.2 mg/kg എന്നാണ് പറയുന്നത് ഡോസ്. അത് 2 പഫ് അടിക്കുക. അപ്പോൾ ഫിറ്റ്സ് നിൽക്കാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടീനെ ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് കടത്തുക. കയ്യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കയ്യിൽ ഗീ അതുപോലത്തെ സാധനങ്ങൾ, മെറ്റലൊക്കെ കൊടുക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ട്, അത് നമ്മളുടെ സൊസൈറ്റിയിലുണ്ട്. അത് കൊടുക്കരുത്. അത് കൊടുത്താൽ കൂടുതൽ കുഞ്ഞ് ഫിറ്റ്സ് അടിക്കുമ്പോൾ അതുകൊണ്ട് തലയിൽ ഇങ്ങനെ അടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യരുത്. ഉടനെ മെഡിക്കൽ ടീമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, അത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള മാനേജ്മെൻറ്റ് ഡോക്ടേഴ്സ് ചെയ്യും. പിന്നെ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് കൊടുക്കും. വൺസ് ഫിറ്റ്സ് വന്ന കൊച്ചുങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഫീവർ വരുമ്പോഴത്തേക്കും ഫിറ്റ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പാരസെറ്റമോൾ കറക്റ്റ് 6 hours വൺസ് കൊടുക്കുക, നല്ലോണം നനച്ച് തുടയ്ക്കുക, ടെമ്പറേച്ചർ അധികം പോകാൻ വിടരുത്. എന്നിട്ട് നമ്മളതിന് ഒരു മരുന്ന് കൊടുക്കും. വൺസ് ഫിറ്റ്സ് വന്നു എന്ന് വെച്ചാൽ നമ്മൾ ഇനി വരാനുള്ള ചാൻസ് റിസ്ക് അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് ക്ലോബസാം അല്ലെങ്കിൽ ഫ്രീസിയം ഒരു ടാബ്ലറ്റ് കൊടുക്കും. ഫ്രീസിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് നെയിമാണ്. അത് കൊടുക്കും. അത് മോർണിംഗും നൈറ്റും ഫസ്റ്റ് 3 days ഓഫ് ഫീവറിൽ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിറ്റ്സ് ഫർദർ വരാനുള്ളൊരു ചാൻസ് കുറയും. അതിനെ ഇൻ്റർമീഡിയറ്റ് പ്രൊഫിലാക്സിസ് എന്നാണ് പറയുന്നത്. അതാണ് നോർമലി ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫിറ്റ്സിൻ്റെ മെഡിസിൻസ് കൊടുക്കാറുണ്ട് ഭയങ്കര ഹൈ റിസ്ക് ഉള്ള കുട്ടികൾ. ഹൈ റിസ്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഫെബ്രൈൽ സീഷേഴ്സ് വരുന്നു. ഫാമിലി ഹിസ്റ്ററി ഓഫ് സീഷേഴ്സ് ഉണ്ട്, സീഷർ ഡിസോർഡേഴ്സ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് വേറെ വല്ല അസുഖങ്ങൾ ലൈക്ക് സെറിബ്രൽ പാൽസി, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, ADHD, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ന്യൂറോളജിക്കലി ഇല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റി ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രൊഫിലാക്സിസ് കൊടുക്കും ഫിറ്റ്സ് വരാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയാണ് ഫെബ്രൈൽ സീഷേഴ്സിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഫെബ്രൈൽ സീഷേഴ്സ് വരുമ്പോൾ നമ്മൾ പാനിക് ആവാണ്ട് മാനേജ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ റിക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാരസെറ്റമോൾ, ടെപ്പിഡ് സ്പോഞ്ചിങ്, പിന്നെ ഇൻ്റർമീഡിയറ്റ് പ്രൊഫിലാക്സിസ് ആയിട്ടുള്ള ഫ്രീസിയും കൊടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.